നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചെന്ന വാർത്തയായിരുന്നു 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും. താരത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ വിവരം പങ്കുവെക്കപ്പെട്ടത്. സെർവിക്കൽ ക്യാൻസർ ബാധിതയായിരുന്ന നടി ഇന്ന് രാവിലെ മരണപ്പെട്ടുവെന്ന ഇൻസ്റ്റഗ്രാമിൽ താരത്തിന്റെ മാനേജർ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ താൻ മരിച്ചിട്ടില്ല, സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടി കൊടുത്ത വാർത്തയായിരുന്നു എന്ന് അവർ തന്നെ പിന്നീട് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് സെർവിക്കൽ ക്യാൻസർ? സ്ഥാനാർബുദം കഴിഞ്ഞാൽ സ്ത്രീകളെ ഏറ്റവും അധികം ബാധിക്കുകയും മരണകാരണമാകുകയും ചെയ്യുന്നത് ഗർഭാശയ മുഖത്തെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന സെർവിക്കൽ ക്യാൻസർ ആണ്. 2020 കണക്കുകൾ പ്രകാരം ലോകത്ത് ആകെ 6,04,000 സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ 3,42,000 സ്ത്രീകൾ മരിച്ചിട്ടുമുണ്ട്. ഈ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ക്യാൻസർ ആണ് എന്ന് മാത്രമല്ല, നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സയിലൂടെ ഭേദമാക്കാൻ സാധിക്കുന്നതുമാണ് സെർവിക്കൽ ക്യാൻസർ. പെൺകുട്ടികൾക്ക് 9 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ സെർവിക്കൽ ക്യാൻസറെ പ്രതിരോധിക്കുന്നതിന് വാക്സിൻ നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. കൗമാരക്കാരായ പെൺകുട്ടികളിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു. സെർവിക്കൽ ക്യാൻസറിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് HIV. 99% കേസുകളിലും ക്യാൻസർ ബാധിക്കാൻ കാരണമാകുന്നത്. ലൈംഗിക ബന്ധങ്ങളിലൂടെ പടരുന്ന വൈറസ് ആണിത്. ഇത് ബാധിക്കുന്നത് തൊണ്ടയെയും ലൈംഗിക അവയവങ്ങളെയും തൊലിയിലുമാണ്. ലൈംഗിക ശേഷിയുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമായി ഈ അസുഖം ബാധിച്ചിരിക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. മിക്കവാറും ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ലെന്നും പറയുന്നുണ്ട്. മിക്കവാറും സമയങ്ങളിൽ വൈറസിന് ശരീരം തന്നെ പുറന്തള്ളും. എന്നാൽ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയിലേക്ക് കടന്നാൽ അത് 15 മുതൽ 20 വർഷങ്ങൾ കൊണ്ട് ക്യാൻസറായി മാറും. പ്രതിരോധ ശേഷി കുറഞ്ഞ സ്ത്രീകളിൽ ഇത് 5 മുതൽ 10 വർഷം കൊണ്ട് തന്നെ ക്യാൻസറായി മാറും. പ്രായം കുറഞ്ഞ അമ്മമാർ, ഹോർമോണലായ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ, പുകവലിക്കുന്നവർ, മറ്റ് STDകൾ ഉള്ളവർ എന്നിവർക്ക് പെട്ടെന്ന് സെർവിക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളും ചികിത്സയും ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. ആർത്തവ സമയത്തല്ലാതെയും ആർത്തവ വിരാമത്തിനും ശേഷവും ലൈംഗിക ബന്ധങ്ങൾക്ക് ശേഷവും യോനിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നത്. വർദ്ധിച്ച തോതിൽ ദുർഗന്ധമുള്ള ദ്രാവകം യോനിയിൽ നിന്ന് ഇടയ്ക്കിടെ പുറത്തു വരുന്നത്. പുറത്തും കാലിലും അടിവയറ്റിലും വേദന അനുഭവപ്പെടുന്നത്. ഭാരം കുറയുക, ബോധക്ഷയം ഉണ്ടാവുക, വിശപ്പില്ലാതിരിക്കുക, യോനിയിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുക, കാലിൽ വീക്കം ഉണ്ടാകുക. വ്യത്യസ്ത പരിശോധനകളിലൂടെയാണ് സെർവിക്കൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം സർജറിയും റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും ഉൾപ്പെടുന്നതാണ് ചികിത്സ. വേദന നിയന്ത്രിക്കാൻ പ്രത്യേക ചികിത്സ ആവശ്യമുണ്ടാകും.